ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ടോസ്റ്റഡ് വാഴയിലയിലാണ്. ഞാൻ ഒരുപാട് നാൾ കൊച്ചിയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല നീറ്റാണ്, ഒരു ലൈറ്റ് സോങ്ങൊക്കെ ഇട്ട് ഇങ്ങനൊരു വൈബാണ് അതിനകത്തുള്ളത്. നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പോവുക. അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ തലകുത്തി വെച്ചിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ മെനു വരുന്നത്. അപ്പോൾ ഈ മെനു ഒക്കെ നിങ്ങൾ നോക്കുക. ഇതൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡുകളാണുള്ളത്. അപ്പോൾ നമ്മുടെ ചേട്ടൻ നല്ല പാട്ടൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വാഴയില വന്നിട്ടുണ്ട്. വാഴയിലയിൽ ഇതാ ഇങ്ങനെ നിറയ്ക്കുന്നുണ്ടോ, അയ്യോ, ഇത് കാണുമ്പോൾ തന്നെ അതിൽ ഓരോന്നും തിന്നാനിരിക്കുകയാണ്. അങ്ങനെ പുളിയിഞ്ചി വന്നു, പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞില്ല. കാര്യം നമ്മൾ ഓർഡർ ചെയ്ത മീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു മീൻ പൊള്ളിച്ചതും ബീഫും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, തകർപ്പ സാധനം. ആ ഒരു തിക്ക് ഗ്രേവിയുടെ കൂടെ ചോറൊക്കെ ഇട്ട് അങ്ങോട്ട് കഴിക്കുമുണ്ടല്ലോ, എൻ്റെ മോനെ തീയാണ്, തീ. അതുപോലെ തന്നെ തീയാണ് ഇതിൻ്റെ മുതലാളി, തീയാണ് ഇതിൻ്റെ ക്രൂ, തീയാണ് ഈ ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അടിപൊളിയാണ്. നമുക്കൊരു പായസമൊക്കെ കൂട്ടി അവർ തരും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു മീൻ കറി കൂട്ടി ചോറ് കഴിക്കാനായിരുന്നു. ആക്ച്വലി ഈ മീനൊന്നും വേണമെന്നില്ല, അത് ഫുഡിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസും അവിടെ നിന്ന് അങ്ങോട്ട് പാസ്സാക്കി. ഞാൻ ആസ്വദിച്ച് കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ മന്ദം വന്ന് പോകുന്ന കാണുമ്പോഴേ അറിയാമല്ലോ, ഒരേ ഒരു റെസ്റ്റോറൻറ്റ്, ടോസ്റ്റഡ് വാഴയില. നിങ്ങൾ ഒരിക്കലെങ്കിലും വരിക.